சொல்லு வாய் தர சொல்லு போய் அவளை விட்டு சொல்லு வாக்கூட பாவ வாக்கூட போயிடுறேன் இந்த புள்ளைய கஷ்டப்படுத்த மாட்டேன் சொல்லு நீ சத்தியம் பண்ணு சொல்லு சொல்லு சொல்லாமா சொல்லாமா போய் சத்தியம் பண்ணுவியா சொல்லு போறியா சொல்லு 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 ബാവ മേലെ സത്യമാ പോരാ ഭയങ്കര സാധനം. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ചെന്നൈയിലുള്ള ഒരു വലിയ ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണ്. സ്റ്റാൻലി ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു വലിയ ഹോസ്പിറ്റൽ സമുച്ചയമാണ് കാണുന്നത്, കണ്ടില്ലേ? അതെല്ലാം ഹോസ്പിറ്റലിന്റെ ഭാഗമാണ്. അതെല്ലാം ഒരുപാട് രോഗികളെ കൊണ്ട് ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ആ പോകുന്നതൊക്കെ രോഗികളും അവരെ കൂട്ടിപ്പോരൊക്കെയാണ് പോകുന്നത്. പോട്ടെ കഥ ഞാൻ പറയാം, വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ആ ഹോസ്പിറ്റലിൻ്റെ ഒത്ത നടുക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വരാനെ കൊണ്ടൊരു കാരണമുണ്ട്. ആ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡോക്ടർമാരെ കാണാനൊന്നുമല്ല, ഒരു വലിയ ഡോക്ടറെ കാണാൻ വേണ്ടിയാണ്. ഈ ഹോസ്പിറ്റലിൽ പോലും തള്ളിക്കളഞ്ഞ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ രോഗികളെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. കാരണം അവർക്ക് ഇനി ഒറ്റ ആശ്രയമുള്ളത് എൻ്റെ മുമ്പിൽ കാണുന്ന അതിൻ്റെ പേരെന്താ, ഹസ്രത്ത് സെയ്ദ് തുറാബ്ദീൻ ഷാ എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയാണ് ആൾക്കാർ വരുന്നത്. കണ്ടോ, ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളും മാറും, ക്യാൻസർ പോലും മാറുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിൽ പോകാതെ പലരും നേരിട്ട് ഇങ്ങോട്ട് അങ്ങ് വരികയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹോസ്പിറ്റൽ, ഇതാണ് പിന്നാടി അപ്പോൾ ഇതാണ് സംഭവം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അതിശയമുള്ള സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഹിന്ദു ക്ഷേത്രത്തിലൊക്കെ നമ്മൾ തേങ്ങ ഉടയ്ക്കുന്നതും തിരി കത്തിക്കുന്നതും വിളക്ക് എണ്ണ ഒഴിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മുസ്ലിം ദേവാലയങ്ങൾ അപൂർവമാണത്. മുസ്ലിം ദേവാലയങ്ങൾ ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല, അങ്ങനെ ചെയ്യാറില്ല. ഹോസ്പിറ്റലിലേക്കുള്ള വണ്ടി വരുന്നുണ്ട്, ആംബുലൻസൊക്കെ. ഇതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതൊന്നുമല്ല. പോട്ട് ഇതാണ്. അപ്പോൾ ഇത് ഹോസ്പിറ്റലാണെന്ന് മനസ്സിലായല്ലോ, ഇതെല്ലാം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇത്രയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ തള്ളിക്കളഞ്ഞ ആൾക്കാരെ മുഴുവൻ നോക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെയുള്ള മുസ്ലിം ദേവാലയങ്ങൾ തേങ്ങ ഉടയ്ക്കുന്നതും തിരി കത്തിക്കുന്നത് വളരെ അപൂർവമല്ലേ. പക്ഷേ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ തേങ്ങ ഉടയ്ക്കും, തിരി കത്തിക്കും അല്ലേ? തേങ്ങയൊക്കെ ഉടയ്ക്കത്തില്ലേ, തേങ്ങ. അപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഈ തേങ്ങ തലയിൽ വെച്ച് ഹൗ മെനി ടൈംസ് 21 തവണ ഇങ്ങനെ ചുറ്റുമ്പോഴത്തേക്ക് സകല പ്രശ്നം മുടിഞ്ഞു പോച്ചെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കിനി വിശദമായിട്ടുള്ള വിവരങ്ങൾ ഉള്ളിലേക്ക്. ആ പേര് കണ്ടോ, ഹസ്രത്ത് സെയ്ദ് തുറാബ്ദീൻ ഷാ എന്ന് പറയുന്ന ഒരു വലിയ ചെറിയ ഒരു ദേവാലയമാണ്. നമ്മുടെ മുമ്പിൽ അതുണ്ട്. ആ കുഞ്ഞുങ്ങളൊക്കെ ഇതുണ്ട്, അപൂർവ കാഴ്ചയാണ്. കണ്ടോ, അവരൊക്കെ ഇങ്ങനെ കൊച്ചു പിള്ളേർക്കൊക്കെ എന്തൊക്കെയോ ബാധയുണ്ട്. അങ്ങനെ അവരെയൊക്കെ ചികിത്സിക്കുവാണ് ഡോക്ടർമാർ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട്. இவங்களுக்கு இவங்க ஆக்சுவலி பெசன் நகர்ல வீடு. இவங்க வேலை செய்யறாங்க. இதோ மரத்துல இருந்து இந்த பொண்ணுகிட்ட 9 நாளா ஆத்மா புடிச்சுன்னு இருக்கு. 9 நாளா இங்க இப்ப சொல்லுது, நான் மரத்துல 9 நாளா இருக்கு, அவங்களுக்கு தெரியல. இன்னைக்கு காலைல சில்டம் பண்ணிருக்காங்க. என்ன சொல்லு, என்ன விஷயம்? मेरे को तमिल नहीं आता है. हिंदी என்ன व्हाट इज प्रॉब्लम? ये कुटियों എന്ത് പറ്റി? मेरा लड़की है, वो कब से मालूम नहीं. अभी उसको कल से चालू हुआ, कल नाइट में. അപ്പോൾ സംഭവം ഇതാണ്, ഈ ഒരു ആത്മാവ്, ഒരു കെട്ട ശക്തി ഈ കുട്ടിയുടെ ഉടമ്പുക്കുള്ളിൽ കയറി എന്നാണ് പറയുന്നത് അല്ലേ? 9 നാളായി വന്നിട്ട്. പേരൻസിന് അറിയാതെ. ഓക്കെ. അപ്പോൾ ഈ അച്ഛനും അമ്മയ്ക്ക് അറിയത്തില്ല കൊച്ചിന് എന്തോ പറ്റിയെന്ന്, എപ്പോഴും മൗനമായിട്ടിരിക്കുവാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ കൊച്ചിന്റെ ശരീരത്തിൽ ആത്മാവ് ഏതോ ബാധ കയറിയത്. തമിഴ് சொல்லு. பொண்ணு பேர்னா பூஜா இம்ரா. எங்க பூச்ச சொல்லு, தமிழ் சொல்லு. என்ன விஷயம்? இந்த பொண்ணு மரத்து மேல பிடிச்சா? ஆமா. எப்படி செத்த நீ? எப்படி மரத்துல விழுந்துட்டு. இந்த பொண்ணு கிட்ட எவ்வளவு நாளா இருக்க? 9. எதுக்கு ஆசை இந்த பொண்ணை போட்டு வந்த? தெரியல. பாவா கிட்ட வந்தா போயிடுவா? இப்ப நீ போக மாட்டியா? தெரியல. போயிடுவல. சத்தியவாக்கு கொடுத்தால நீ தான் போவேன்னு சொன்னியா இல்லையா? போறேன்னு. ഇതാണ് ഇവിടുത്തെ ചികിത്സ എന്ന് പറയുന്നത്. சொல்லு. பாவா கிட்ட என்ன சொன்ன? சத்தியவாக்கு பண்ணி பண்ண மாட்டேன் போயிடுவோம் சொன்னியா இல்லையா? சத்தியம் தானே பண்ண. சொல்லு, அச்சு சொல்லு. பாவா கையில என்னோட ஆத்மாவை கிட்ட ஒப்படைக்கிறேன்னு சொல்லு. கை வை. ഇതിപ്പോ അത് ഇറക്കി വിടുന്ന നമുക്ക് കാണാം കേട്ടോ. ഈ കൊച്ചിന്റെ ദേഹത്ത് ഒരു ശക്തിയുണ്ട്. என் மேல இருக்கிற இந்த ஆத்மாவை பாவா கிட்ட ஒப்படைச்சிட. 9 நாளா இந்த புள்ளைய இதுமாரி இந்த புள்ளைய கஷ்டப்படுத்த மாட்டேன், இந்த புள்ளைய எதுவும் தொல்லை பண்ண மாட்டேன், பாவா கால் மாட்டிலே போயிடறேன்னு சொல்லு. உங்களோட ஊருங்க சொல்லு. ഓ യു ആർ ഫ്രം നേപ്പാൾ. നേപ്പാൾ സ്വദേശികളാണ്. இந்த കഷ്ടം കൊടുക്കാൻ നേപ്പാളിലാണ് അവർ വന്നേക്കുന്നത്. சொல்லு, வாய் தர சொல்லு, வாய் தர சொல்லு. போய் அவளை விட்டு சொல்லு. வாக்கூட போயிடுறேன், இந்த புள்ளைய கஷ்டப்படுத்த மாட்டேன் சொல்லு. நீ சத்தியம் பண்ணு சொல்லு. ചിരിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. ஏமாத்திரியா இந்த புள்ளைய? ஏமாத்திரியா நீ? இப்ப நீ அப்ப இவ்வளவு ஏமாத்திரியா நீ? இப்ப சத்தியம் பண்ணு. பொய் சத்தியம் பண்றியா? பொய் சத்தியம் பண்றியா நீ?
பாவா கிட்ட வந்து சொல்லாமா இது மாதிரி சொல்லாமா போய் சத்தியம் பண்ணுவியா എന്റെ ദൈവം சொல்லு അടിക്കുന്ന போறியா சொல்லு ഇത്രയും ഭീകരതയാണ് சொல்லு பாவா மேல சத்தியமா போறேன் നല്ല ഭയങ്കര சொல்லு. പേടിക്കുന്ന സാധനം ഇത് சொல்லு சத்தியம் பண்ணு பாவா கிட்ட அடிங்கிற இந்த புள்ளைய கஷ்டப்படுத்த மாட்டா சொல்லு അത്രയും കട്ടിയുള്ള സാധനം വെച്ച് അടിക്കുന്നത് അപ്പൊ എന്തുമാത്രം നോക്കും ഉണ്ടാവും பாவா மேல சத்தியம் சொல்லுது சத்திய வாக்கு கொடுக்குறேன் நானே சொல்லு 2 கை வை നമുക്ക് തന്നെ വിഷം വരുന്നത് കേട്ടോ. சத்திய வாக்கு கொடுக்குறேன் இந்த புள்ளைக்கு ശിക്ഷയാണ് കൊടുക്കുന്നത്. അയ്യോ வரமாட்டேன் யா கௌ சல்மதர் എന്റെ ദൈവമേ എന്താ കൊച്ചിന് നല്ലപോലെ നിന്നിട്ടുണ്ട് உட்கார் ஒழுங்கா உட்கார் കൊച്ചിന് കരച്ചിൽ നമുക്ക് തന്നെ സഹിക്കാൻ പറ്റും നമുക്ക് ஊரே ഒത്തിരി இல்ல வந்துக்கிற காப்பி കൊച്ചു നല്ല വേദനിച്ചിട്ടുള്ള வயிற்றுல எரிச்சல் ஆகும் வெளியே இருந்து ஆகும்போது அல்வா போய் சால்தான் நல்லா ஆயிடுச்சு നല്ല കാണാൻ നല്ല സുന്ദരി കൊച്ചു കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനാ അപ്പുറത്ത് ഒരുപാട് ചരടൊക്കെ കിട്ടിയിരിക്കുന്നത് എന്തിന്റെ സംഭവം അത്? அது ഈ ചരട് ഈ ചരട് എങ്ങനെ കണ്ടാൽ നമ്മ എങ്ങനെ കാര്യം ശരിയാവണം இந்த കാര്യം ശരിയാവണം കട്ടും കാര്യം ശരിയാവാൻ വേണ്ടി ആ, വേണ്ടി. അപ്പൊ ഇത് നമ്മുടെ ഓരോ കാര്യം ശരിയാവാൻ വേണ്ടിയാണ് ഇങ്ങനെ കിട്ടുന്നത് അമ്മ ഊറങ്ക இது மிதில வந்து வந்திருக்காங்க கேமரால இருந்து எப்படி இது கட்டுறதுக்கு சொல்றேன் கேளு ഇപ്പഴേ അമ്മ എന്തിനാ കിട്ടുന്നേ இல்ல என்ன ஏத்து வச்சு கட்டுறீங்கன்னு கேக்குறாரு நம்ம கஷ்டத்தை தீர்க்கணும். കഷ്ടം തരണം കഷ്ടം തീരാൻ വേണ്ടി അല്ലേ മറ്റേ ചേച്ചി ഇങ്ങനെ ഗ്രൗണ്ട് അടിച്ചോണ്ടിരുന്നുണ്ടോ ഇല്ല നോ നെവർ கஷ்டம் தீரணும் எங்க கஷ்டம் வந்துக்கிறோம் தரகாக்கு കഷ്ടം തീരാൻ വേണ്ടി കെട്ടുന്നു ഓക്കെ അപ്പൊ ഇത് ഈ പൂട്ട് എന്തിന്റെ പൂട്ട് கூட்டம் அதே மாதிரி എന്തിനാ கூட்டு பரி சொல்லு അല്ല ഇത് இந்த പൂട്ട് എന്തിനു വേണ്ടിയാ கூட்டு எனக்கு ശണ്ട മൂടിയാൻ വേണ്ടി വീട്ടിൽ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയാണ് ഈ പൂട്ട് കൊടുക്കുന്നത് അല്ലേ ശണ്ട മാറാൻ വേണ്ടി സാധാരണയായിട്ടേ ഈ ഹിന്ദു ക്ഷേത്രങ്ങളിലാണ് ഈ തേങ്ങ ഉടയ്ക്കുന്നത് കാണുന്നത് മുസ്ലിം ക്ഷേത്രത്തിൽ വളരെ അപൂർവമാണ് അല്ലേ ഇത് ഇത് தேங்காய் வந்து இந்து முஸ்லீம் ரெண்டாலும் வந்து இங்கே சுகையிலாட ஆள்கார் வந்துட்டு இங்கே உடைக்குதோ ഇത് കണ്ടോ ഇത് കാണിച്ചു കൊടുത്തേ സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈ തേങ്ങ ഉടയ്ക്കുന്നത് കാണുന്നത് ഈ മുസ്ലിം ദേവാലയങ്ങളിൽ ഈ തേങ്ങ ഉടയ്ക്കുന്നത് വളരെ അപൂർവമാണ് അപ്പൊ ഇതിന് ഇതെന്തിനു വേണ്ടിയാ ചെയ്യുന്നതിന് അതാണ് സുഖാവാണ് പൊട്ടാണ് സുഖമാകാൻ വേണ്ടി അപ്പൊ നമുക്ക് എന്തെങ്കിലും ശാരീരികമായിട്ട് വിഷയം വല്ലതും ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ തേങ്ങ ഉടച്ച് വിടും അതാണ് സംഭവം അതാണ് ഒരു ഐറ്റം എന്ന് പറയുന്നത് അപ്പൊ എല്ലാ പ്രശ്നം കഴിയും എല്ലാം ഈ തേങ്ങ ഉടയ്ക്കും ഇപ്പൊ അല്ലേ കൊണ്ടുപോകുന്ന തേങ്ങ ഉടയ്ക്കും അപ്പൊ അതിനകത്തുള്ള அந்த பிரச்சனை எல்லாம் சரியாவானு ഇതാണ് ഈ തേങ്ങ ഒടിച്ചിട്ട് സുഖാവാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ചരട് ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം തീരുമെന്നാണ് ഒരു വിശ്വാസം അപ്പൊ ഞാൻ എന്തായാലും എൻ്റെ ഒരു പ്രശ്നം തീരാൻ വേണ്ടി ഇവിടെ കെട്ടുകയാണ് തീരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ കേരളത്തിൽ വന്നിട്ട് പറയാം എന്തായാലും രണ്ടും കൽപ്പിച്ചൊരു കെട്ടുകയാണ് നല്ല എത്രത്തോളം മുറുക്ക് കെട്ടാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ പ്രശ്നം തീരുമെന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ നല്ല വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഇത് കെട്ടണം നമ്മുടെ എന്താ പറയുന്നത് പൂട്ട് അപ്പോൾ അങ്ങനെ പൂട്ട് കൂടെ ഞാൻ ഒന്ന് കെട്ടിയേക്കാം അല്ലേ ഓരോ സ്ഥലത്ത് ഓരോ വിശ്വാസമാണ് അപ്പോൾ ഇത് ഇപ്പം എൻ്റെ പ്രശ്നം എല്ലാം തീരും എല്ലാം കണ്ടിപ്പാ തീരും കണ്ടിപ്പാ തരും അതാണ് അപ്പോൾ ഇവർ ഉറപ്പ് പറഞ്ഞിരിക്കുവാണ് എൻ്റെ പ്രശ്നം എന്തായാലും തീരും എന്ന് പറഞ്ഞേക്കുന്നത് ഇത് എന്നാണ് സുഖമില്ലാത്ത இடத்துல இந்த எண்ணெயை தேய்ச்சா சுகாவும் എവിടെ തേക്കണം എവിടെ உங்களுக்கு பிரச்சனை ഇവിടെ തേക്കണം കാല് മുട്ടി കൈ മുട്ടി അപ്പൊ ഇത് പറയുന്ന വെച്ചാല് ഈ എണ്ണ ഇതിനകത്തുള്ള എണ്ണ നമ്മുടെ എവിടെയാണോ പ്രശ്നം അവിടെ തേച്ച് കഴിഞ്ഞാൽ പ്രശ്നം മാറും അല്ലേ അപ്പൊ ഞാൻ പരീക്ഷിക്കട്ടെ അപ്പൊ ഞാൻ എന്തായാലും എന്റെ ആ ഭാഗത്തെ ഒന്ന് തേക്കുകയാണ് മാറുമോ ഇല്ല നോക്കട്ടെ അപ്പൊ തേച്ച് എത്ര ദിവസങ്ങളിൽ മാറും അത് நீங்க கொஞ்சம் 2-3 ദിവസം ആവും മാറും ഇപ്പൊ 2-3 ദിവസം ആകുമ്പോൾ മാറുമെന്നാ പറഞ്ഞേക്കുന്നത് അമ്മക്ക് എന്നാ വിഷയം ക്യാൻസർ എല്ലാം വിശ്വാസം ഉണ്ട് ഇവിടെ മാറുമോ நல்லா ஒரு நம்பிக்கை வச்சு செய்வீங்க நல்லா சொல்றேன் നല്ല വിശ്വാസമുണ്ട് അപ്പൊ അമ്മയ്ക്ക് ക്യാൻസർ ആണ് പക്ഷെ അത് നല്ല വിശ്വാസത്തിലാണ് നിൽക്കുന്നത് തൊട്ടപ്പുറത്തെ ഹോസ്പിറ്റലാണ് അവിടെ പോലും പോവാതെ ഇവിടെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ പെരിയ ഡോക്ടർ തന്നെ എല്ലാമേ മുടിഞ്ഞു പോച്ചു ഓക്കെ അമ്മ എല്ലാം പോകും അപ്പൊ അതാണ് അത്രയ്ക്ക് വിശ്വാസമാണ് ഇവർക്ക് അപ്പൊ ഹോസ്പിറ്റലിൽ പോലും പോവാതെയാണ് അമ്മ ഇവിടെ വന്നേക്കുന്നത് ഓക്കെ കണ്ടിന്യൂ ചെയ്തോ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചികിത്സയാണ് അവിടെ നടക്കുന്നത് കാരണം അത് ഭയങ്കരമായിട്ടുള്ള നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഭൂതപ്രേത പിശാചുക്കളെയൊക്കെ വലിച്ചു മാറ്റുകയാണ് അവിടെ കണ്ടത് അത് വ്യത്യസ്തമായിട്ടുള്ളൊരു രീതി തന്നെയാണ് നടക്കുന്നത് എന്തായാലും ഇത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്
ജസ്റ്റ് ഇതിന് പ്രത്യേക തരത്തിലുള്ള ആ ശരീരത്തിൽ ഉടമ്പൊക്കുള്ളിൽ എന്തെങ്കിലും ആവിയൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് എടുത്ത് മാറ്റി വിടുന്നുണ്ട്. അത് അങ്ങനെയുള്ള രീതിയിലാണ് ഇത് പോകുന്നത്. അപ്പോൾ എന്തായാലും നേപ്പാളിൽ നിന്ന് വന്ന കൊച്ചിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, നന്നായിട്ട് കിട്ടുന്നുണ്ട്. പുറം പൊളക്കിനെയാണ് നമ്മുടെ ഉസ്താദ് കൊടുത്തിരിക്കുന്നത്. ഇനി വേറെ അസുഖത്തിലേക്ക് പോകാതിരുന്നത് നല്ലത്. എന്തായാലും ഇതൊക്കെ ഓരോരുത്തർ വിശ്വാസമാണല്ലേ. ചിലർക്ക് വിശ്വസിക്കാം, ചിലർക്ക് അവിശ്വസിക്കാം. ഓരോ വിശ്വാസങ്ങളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാണ്. ശരി ഏത് തെറ്റേതെന്ന് ചിന്തിക്കേണ്ടതും വിവേചിച്ചറിയേണ്ടതും നിങ്ങൾ ഓരോരുത്തരുമാണ്. എന്തായാലും ഈ വിശേഷങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കിടിലൻ എപ്പിസോഡ് കൊണ്ട് വീണ്ടും ഞാനെത്തും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും